കഴിഞ്ഞ ദിവസത്തെ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ എന്ന്. അന്ന് പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു യാത്ര നടന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇന്നങ്ങ് പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ പോകാനിരുന്നില്ല, ഇന്ന് നമുക്കൊന്ന് പോയി മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വരാം, കുഞ്ഞി പെണ്ണിനൊരു മൊത്തത്തിലൊരു ഉഷാറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഫ്രഷായി അങ്ങനെ യാത്ര തുടർന്ന് എവിടേക്കാണ് പോയെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം കുറച്ച് പ്ലേസിൽ പോകാറുണ്ട് കേട്ടോ. അതായത് വയൽ, കൊക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സാധനം എന്ന് പറയുന്നതും ഈ ഒരു വയലും കൊക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ കണ്ണൂരത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ പഴയ വീടുകളുണ്ടല്ലോ, അതായത് തറവാടുകൾ. ഇതെനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. അതായത് ഈ വീടുകളൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണണം, അങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കണ്ണൂരത്തെ ഏറ്റവും എന്താ പറയുക, ഇങ്ങനത്തെ വയലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മൊത്തത്തിലൊരു പഴയ ടച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നത്തെയും പോലെ തന്നെ വയൽ കാണാൻ എത്തിയിട്ടുണ്ട്. വയലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊക്കുകളെയൊക്കെ ഇഷ്ടം പോലെ കണ്ട് സന്തോഷമായി. അപ്പോൾ കുഞ്ഞി പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു കൊക്കിനെ കാണാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊക്കിനൊക്കെ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് വീണ്ടും അവിടുന്ന് തിരിച്ചു. അങ്ങനെ ഏകദേശം ഇരുട്ട് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ പാലത്തിലൂടെയൊക്കെ പോയി, പിന്നെ പറശ്ശിനിക്കടവ് കണ്ടു. അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യാത്രയിലെ കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു യാത്രയിലുടനീളം കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇഡ്ഡലിപ്പാപ്പം വേണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലിപ്പാപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇഡ്ഡലിയല്ല, ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൾ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി, വയറൊക്കെ നിറഞ്ഞു. നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് സമാധാനമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.